ഏസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു മനോല മാർക്കസിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആസ് എ നാഷണൽ ടീം കോച്ച് എന്ന നിലയിൽ മീഡിയ അദ്ദേഹം ഫേസ് ചെയ്തിരുന്നു. സോ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പം ഇന്നലെയാണ് അത് കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളം അടുത്തുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ഇതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നമുക്കൊരാളുടെ വേർഡ്സ് വെച്ചിട്ട് ഒരു കാര്യങ്ങൾ അളക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആസ് എ കോച്ച് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ISL സക്സസ്ഫുൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നാഷണൽ ടീം കോച്ച് എന്ന നിലയിൽ കൂടി എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം. അതിനോടൊപ്പം തന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ചാനൽസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കൂടി പരാമർശിച്ചൊക്കെ ഉണ്ട്. അപ്പം അത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളി ആ ഒരു ലെവൽ ഓഫ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തിങ്കിങ് പോയി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് തോന്നുന്നത്. ഏതാണെങ്കിലും ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യത്തിനോട് ചെറിയൊരു അഭിപ്രായ ഭിന്നതയുള്ളൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഇത് പ്യൂർലി എൻ്റെ ഒരു അഭിപ്രായ ഭിന്നത മാത്രമാണ്. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാഷണൽ ടീമിൻ്റെ കോച്ചാകുക എന്നുള്ളത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ആയിരുന്നു എന്നുള്ളത്. അപ്പം ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ആണോ സ്പെയിൻ്റെ ആണോ എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് സ്പെയിൻ്റെത് മോർ ഡിഫിക്കൽട്ടാണ് എന്നുള്ളത്. സോ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഡിഫിക്കൽട്ട് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെയായിരിക്കും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആകുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം പറയും. കാരണം സ്പെയിനിൽ കുറച്ചും കൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫുട്ബോൾ എക്കോസിസ്റ്റവും അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ലോട്ട്സ് ഓഫ് ടാലൻസിനെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് ബെസ്റ്റ് ടാലൻസിനെ പിക്ക് ചെയ്താൽ മതി. പക്ഷേ നിലവിൽ ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയൊന്നും അല്ല. നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്കാകുന്നത്. നമുക്ക് പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനൊന്നുമില്ല. നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. സോ നമുക്ക് ഇപ്പോൾ സ്പെയിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. സോ എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേ ഡെക്കേഡ്സ് വർഷങ്ങൾ പിന്നിലോട്ട് പോയാലും നമുക്ക് ഇന്ത്യയിൽ ഒരു സക്സസ്ഫുൾ ആയിരുന്ന ഒരു കോച്ചിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾ പിന്നിലേക്കൊക്കെ പോകേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. സോ ഞാൻ അത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു നാഷണൽ ടീം ജോബ് അതിനി എത്ര വലിയൊരു കോച്ച് എടുത്താലും അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ലെവലിൽ തന്നെ ആയിരിക്കും. അപ്പം അതിലൊരു സക്സസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതിനുള്ള കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി കോച്ചിനോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആസ് എ നാഷണൽ ടീം ഹെഡ് കോച്ച് ഏഷ്യൻ കപ്പ് കോമ്പറ്റീഷൻ അല്ലാണ്ട് എന്താണ് ആ ടാർഗറ്റ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് പറയുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നമുക്കില്ല, അത് അവസാനിച്ച് കഴിഞ്ഞു. ഇനി ഏഷ്യൻ കപ്പ് തന്നെയാണ് പ്രൈമറി ടാർഗറ്റ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോർട്ട് 1 എന്ന് പറയുന്നൊരു സംഭവം. അതിൽ നമ്മളിപ്പോൾ ഉണ്ട്, അതിൽ നിൽക്കുക, ഏഷ്യൻ ക്വാളിഫയേഴ്സിലേക്ക് പോകുമ്പോൾ അത് നിലനിർത്തുക എന്നുള്ളൊരു ഫാക്ടറിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാനിപ്പം ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പോർട്ട് 1 നിലനിർത്തേണ്ട ഒരു ആവശ്യകത. നമ്മളിപ്പം റിസൾട്ടുകൾ വരാൻ പോകുന്ന മാച്ചസിൽ ഇമ്പോർട്ടൻ്റ് ആകും. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒപ്പോണൻസിനെതിരെ ഈ ഒരു സാഹചര്യത്തിൽ കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഹ്യൂജ് ആയിട്ട് നമുക്ക് പോയിന്റ് ലോസ് ചെയ്യാനും നമ്മൾ പോർട്ട് 2-ലായി പോകാനും പിന്നീട് അത് നമ്മുടെ ഏഷ്യൻ ക്വാളിഫയേഴ്സിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോർട്ട് 2-ൽ നിന്നാണെങ്കിൽ പോർട്ട് 1-ൽ ഒരു ശക്തരായിട്ടുള്ള ഒപ്പോണൻസിനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്രൂപ്പ് സ്റ്റേജിൽ, അതായത് ഏഷ്യൻ ക്വാളിഫയേഴ്സിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് ഇനി ഒരാൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതൊരു ടഫായിട്ടുള്ളൊരു ടാസ്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ പോർട്ട് 2-ൽ നിന്നും പോർട്ട് 3-ൽ നിന്നും കിട്ടുന്നവരും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ പോർട്ട് 1-ലുള്ളത് ഈ പറയുന്ന പോലെ അൺഫോർച്ചുനേറ്റ്ലി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാത്ത കുറേ ടീംസാണ്. ചില ശക്തരായിട്ടുള്ള ടീംസും ഒക്കെ ഉണ്ട്. സോ അത് പറഞ്ഞെന്നുള്ള മാത്രം കോച്ചും ആ ഒരു രീതിയിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മാത്രമല്ല, ഇപ്പം വേൾഡ് ഫുട്ബോളിൽ നോക്കിക്കഴിഞ്ഞാലും പല കോച്ചസും ഇതിനെപ്പറ്റി, ഇപ്പം വലിയ വലിയ കൺട്രീസിൻ്റെ കോച്ചസ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഡ്രോസ് ഒക്കെ വരുന്ന സമയത്ത് ആദ്യം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു പുതുമയുള്ളൊരു കാര്യം ഒന്നും അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഈ വരാൻ പോകുന്ന ഫിഫ കലണ്ടേഴ്സിനെ പറ്റിയിട്ട് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം സെപ്റ്റംബറിലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം ടീം സെലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ISL-ന് തൊട്ട് മുമ്പാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ടീമിനെ പിക്ക് ചെയ്യും? കാരണം ഡ്യൂറന്റ് കപ്പിൽ ചില ടീമുകൾ സീനിയർ ടീമിനെ കളിക്കുന്നു, കൂടുതൽ ടീമിലും റിസർവ് സൈഡിനെ കളിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണുള്ളത്. എല്ലാവരും പ്രീ സീസണിൻ്റെ ഒരു ടൈമിലാണുള്ളത്. അപ്പം ISL ഈ പറഞ്ഞ പോലെ തൊട്ട് മുമ്പ് മാത്രം നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അടുത്ത അതായത് ഒക്ടോബർ, നവംബർ പോലെയുള്ള ഫിഫ കലണ്ടേഴ്സൊക്കെ അദ്ദേഹം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. അത് മിക്കവാറും ഒരു കോമ്പറ്റീറ്റീവായിട്ട് തന്നെ നമ്മുടെ ടീം കളിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മെൻറ്റാലിറ്റിയെ പറ്റി. സോ അദ്ദേഹം അത് എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ പ്ലേയേഴ്സ് മെൻറ്റാലിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിലും അവർ മെൻറ്റാലിറ്റി ഫാക്ടർ തന്നെയാണ്. ഇപ്പം
ഞാൻ ചില വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റിമാച്ച് അറയിൽ തന്നെ, അതായത് പ്ലേയേഴ്സ് ഒരു തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നില്ല, നാഷണൽ ടീമിന് കളിക്കുന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി പറഞ്ഞല്ലോ വേൾഡ് ഫുട്ബോളും പലയിടത്തും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ചില പ്ലേയേഴ്സ് ക്ലബ്ബിൽ അടിപൊളിയായിരിക്കും, പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7 അയലത്ത് പോലും കാണത്തില്ല. അത് സംടൈംസ് ഈ മെൻറ്റാലിറ്റി മാറ്റേഴ്സ് തന്നെയാണ്. അപ്പം പിന്നെ അദ്ദേഹത്തിന് മെൻറ്റാലിറ്റിക്ക് ഡിഫറെൻറ്റ് ഡയമെൻഷൻസും കൊടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടാണ് കളിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു കാര്യം അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നൊരു ഫാക്ടർ. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തെയൊക്കെ പറ്റി പറയുന്നുണ്ട്. നെക്സ്റ്റ് 5 years ആ ഒരു പ്ലേയേഴ്സ് ഡെവലപ്പ് ആകുന്ന അങ്ങനത്തെ പരിപാടികൾ വന്നിട്ടുണ്ട്. അതിനേക്കാൾ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, ഇതും നമ്മൾ പല വീഡിയോസിലും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, പ്ലേയേഴ്സ് അബ്രോഡിൽ പോയി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണം. അതായത് അദ്ദേഹം പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മൾ പ്രീമിയർ ലീഗോ ലാ ലീഗോ ഒന്നും അല്ല ഈ പറയുന്നത് പോലെ അത് അല്ലാത്ത ലീഗുകൾ, ഇപ്പം ടോപ്പ് 5 അല്ലാത്ത ലീഗുകളിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളിൽ തന്നെ സെക്കൻഡ് ടയർസിൽ, അതിനൊക്കെ പറ്റി അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കളിക്കുന്നത് നമ്മുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരായിട്ടാണെങ്കിൽ അവിടെ നമ്മുടെ ക്വാളിറ്റിയേക്കാൾ മുകളിലുള്ളവരായിട്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ നാഷണൽ ടീമിനെയൊക്കെ ഗുണകരമായിട്ട്, ഇന്ത്യൻ ഫുട്ബോളിന് മൊത്തത്തിൽ ഗുണകരമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം പേയ്മെൻറ്റ് ഇഷ്യൂസ് അതിനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അവരുടെ പ്ലേയേഴ്സിൻ്റെ ഏജൻസി തന്നെ അതിനൊക്കെ സമ്മതിക്കുമോ? കാരണം അവിടെ സാലറി കുറയുമ്പോഴത്തേക്കും ഏജൻസിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം എന്താ പറയുക കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പം അതും ഒരു ഇതായിട്ട് നിൽക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, എക്സ്ക്യൂസസിന് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല ഒരു മാച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറയാൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ ISLലും കണ്ടിട്ടുള്ളതാണ്. ഒരു മാച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ടീം ജയിക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹം വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ എന്താ പറയുക ഒട്ടും സാറ്റിസ്ഫൈ അല്ലാത്ത രീതിയിലൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പക്ഷേ സ്റ്റിമാച്ചിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ എക്സ്ക്യൂസുകളായിരുന്നു നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ്. എന്നാലും സ്റ്റിമാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. സ്റ്റിമാച്ചിൻ്റെ ഒരു ടീം സെലക്ഷനെയൊക്കെ പറ്റിയിട്ട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ആശിഷ് റായുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ കോച്ചിനാണെങ്കിലൊക്കെ പറയാമായിരുന്നു ഞാൻ ബെസ്റ്റ് പ്ലേയേഴ്സിനെ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യും. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ റൂമിൽ 40 പേരുണ്ട്, പക്ഷേ 40 പേർക്ക് ഒരു ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് 11 ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പം ആ തരത്തിൽ കോച്ചിൻ്റെ ഒരു ഡിസിഷനോ എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്ന അങ്ങനത്തെ തരത്തിലാണ് പറഞ്ഞത്. അത് ഒരു ശരിയാണെന്ന് തോന്നി. ഇപ്പം ഇദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു പവറുണ്ട്. അതായത് ഇപ്പം മനോല കോച്ച് എന്ന നിലയിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ തരത്തിൽ തന്നെ ആയിട്ടുള്ളൊരു പിക്കിങ് തന്നെ ആയിരിക്കും, അദ്ദേഹത്തിന് ബെസ്റ്റ് ചോയ്സ് എന്ന് തോന്നുന്ന പ്ലേയേഴ്സിനെ തന്നെ ആയിരിക്കും എടുക്കുക എന്നുള്ളതും അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ആശിഷ് റായുടെയൊക്കെ കേസിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതിപ്പം നമുക്ക് മറ്റ് റൈറ്റ് ബാക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം മനോല വരുമ്പോഴും ആശിഷ് റായ്ക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ I-League പ്ലേയേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് എക്സെപ്ഷണൽ ടാലൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു പ്ലേസ് ഉണ്ടാകും. ഇപ്പം എഡ്മണ്ട് അങ്ങനെ ഒരു ടാലൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ കളിക്കാൻ പറ്റിയെന്നൊക്കെ ഉള്ളത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ കൂടുതലും ഇപ്പോൾ സ്ട്രൈക്കർ ആ ഒരു അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് പ്ലേയേഴ്സിനെയൊക്കെ ആയിരിക്കും I-League നിന്ന് പിക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നത്. കാരണം ISLൽ പല ടീമുകളിലും അങ്ങനെയാണല്ലോ കളിപ്പിക്കാത്തത്, സ്ട്രൈക്കേഴ്സിനെ എല്ലാവരും വിദേശികളെയാണല്ലോ കളിപ്പിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റിയും ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇപ്പം FC ഗോവയുടെ കോച്ച് കൂടി ആയതുകൊണ്ട് അങ്ങനെ പുള്ളിയായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ലെറ്റ്സ് സീ എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ യങ് ടാലൻറ്റ് 18 വയസ്സുള്ളൊരു ടാലൻറ്റ് സെൻട്രൽ ഫോർവേഡായിട്ടുള്ള പ്ലെയറെ സൈൻ ചെയ്തതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് I think അലൻ സജിയാണ് നമ്മുടെ മലയാളി പ്ലെയർ. സോ നോക്കാം, വെയിറ്റ് ആൻഡ് സീ അദ്ദേഹത്തേക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ I-League അല്ലെങ്കിൽ ഇപ്പം വളരെ എഫക്റ്റീവായിട്ടൊരു സ്കൗട്ടിങ് എബിലിറ്റിയും അല്ലെങ്കിൽ എത്ര കീനായിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സിനെ എന്നുള്ളതൊക്കെ മനസ്സിലാകും. അതായത് നീരജ് ചോപ്രയൊക്കെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. അത് ഈ ഒരു സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ്. അതായത് ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് സ്ട്രൈക്കേഴ്സൊക്കെ വരും, അത് വരാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, ഇപ്പം നീരജ് ചോപ്ര എന്ന് പറയുന്ന ഒരു ജാവലിംഗ് ത്രോ പ്ലെയർ വരുന്നത് വരെ നമ്മുടെ ജാവലിംഗ് ത്രോ ഒക്കെ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ എന്നുള്ളതൊക്കെ അറിയാം. അപ്പം അതിനുശേഷം ഇപ്പം അതിലേക്ക് ഒരുപാട് യങ് ആയിട്ടുള്ള അത്ലറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ സംഭവിക്കും. അപ്പോൾ അതെനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി കേട്ടോ. കാരണം അത്ര രീതിയിൽ അബ്രോഡുള്ള ഒരാൾ ഈ ഇന്ത്യയിലൊരു സ്പോർട്ടിനെ, എല്ലാ സ്പോർട്ടിനെ പറ്റിയും അദ്ദേഹം കീനായിട്ട് നോക്കണമെന്നൊന്നുമില്ല, പക്ഷേ അത് അദ്ദേഹം വാച്ച് ചെയ്യുന്നു, അതിനെപ്പറ്റി പറയുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം കഴിഞ്ഞൊരു ഒളിമ്പിക്സിൽ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു. ഈ നീരജ് ചോപ്ര എന്ന് പറയുന്നൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായപ്പം അതിന് പിന്നാലെ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തു ജാവലിംഗിലോട്ടൊക്കെ വരാനെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇതൊരു അബ്രോഡുള്ള ഒരാൾ ഇതിനെപ്പറ്റി ഫോളോ ചെയ്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ഒരു എല്ലാ മേഖലയിലും അദ്ദേഹം കാര്യങ്ങൾ ഫോളോ ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനും അതിനെ ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. സോ ലെറ്റ്സ് സീ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ സംഭവിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് എഴുതുക. അതുപോലെ തന്നെ
ഞാൻ മിസ്സായി പോയിട്ടുള്ള വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമ്പോസ് പറയാനെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഇനിയും ചർച്ചകൾ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു കാണിക്കാനുള്ള